ഇനി അങ്ങോട്ട് ഒരുപാട് പരീക്ഷകൾ ഇതുപോലെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ജോലി ആയ ആൾക്കാർ വരെയാണ് നിങ്ങളോട് മത്സരിക്കുന്നത്, അത് മനസ്സിലാക്കണം ബാക്കിയുള്ള ആൾക്കാർ കേട്ടോ. അഡ്വൈസ്. ഓക്കെ, ശരി. വെൽക്കം ടു പഞ്ചായത്ത്. ഞാനും സ്റ്റിൽ ഒരു പഞ്ചായത്ത് സ്റ്റാഫാണ്. ഓക്കെ, എന്റെ റെസിഗ്നേഷൻ ഇതുവരെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ഞാനും ഇപ്പൊ എന്താണ്, പഞ്ചായത്ത് സ്റ്റാഫാണ്. ഓക്കെ, ശരി. നോക്കിയോ, ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനി എന്നാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പരീക്ഷ എഴുതാത്തതിന് കുട്ടികൾക്ക് വിഷമം തോന്നിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ പറ്റും. സീരിയസ് ആയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സങ്കടം തോന്നി. അതായത് നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ കുട്ടികളെ? എഴുതിയിരുന്നെങ്കിൽ നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇന്ത്യയില് എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ് കുട്ടികളെ? അത് മാരുതി സുസുക്കിയാണ് അല്ലേ? മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കിയുടെ വാഗൺ ആർ ആണ് അല്ലേ? മാരുതി സുസുക്കിയുടെ വാഗണർ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാറ് ആദ്യമായി പുറത്തിറക്കിയത്. ഓക്കെ അല്ലേ? മാരുതി സുസുക്കിയുടെ വാഗണർ കേട്ടോ, മാരുതി സുസുക്കിയുടെ വാഗണർ ആണ് കേട്ടോ. ശരി. അടുത്ത, ഫാർസ് ഏത് രാജ്യത്തിന്റെ മാധ്യമം എന്നാണ് അടുത്ത ചോദ്യം. ഫാർസ് ഏത് രാജ്യത്തിന്റെ മാധ്യമം എന്നാണ് ചോദ്യം. ഏത് രാജ്യത്തിന്റെ മാധ്യമമാണ് കുട്ടികളെ ഫാർസ്? ആർക്കെങ്കിലും അറിയോ? ഏത് രാജ്യത്തിന്റെ മാധ്യമമാണ് ഫാർസ്? ഫാർസ് ഇറാൻ അല്ലെ? ഇറാൻ. ഓക്കെ, ഇറാന്റെ മാധ്യമമാണ് എന്ന് പറയുന്നത് ഫാർസ് എന്ന് പറയുന്നത് കേട്ടോ. ഇറാന്റെ മാധ്യമമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നമുക്ക് ചെയ്ത കണക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈസി, ടഫ്, പിന്നെ കൺഫ്യൂഷൻ, അതൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് റേറ്റ് ചെയ്തേ. എന്താണ് കൊടുക്കുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണോ, ടഫ് ആണോ, കൺഫ്യൂസിങ് ആണോ? ആർക്കാ കിട്ടാൻ ചാൻസ് ഉള്ളത്? കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല പോലെ നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടാ. എന്ത് പറയുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടഫിൽ കൊടുക്കുകയാണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റായിട്ട് ടഫിൽ ഇടേണ്ടി വരും കേട്ടോ, പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫാർസ് ഏത് രാജ്യത്തിന്റെ മാധ്യമമാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ ഏതിൽ കൊടുക്കും? അത് ഒരുവിധ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ കണ്ടായിരുന്നു, ഞാൻ അതാ പറയുന്നത്. കറണ്ട് അഫയേഴ്സിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ആൾക്കാർക്ക് അത് കിട്ടും. മനസ്സിലായ? ഓക്കെ, ടഫ് ഓർ കൺഫ്യൂസിങ് പറയാം നമുക്ക്. കറണ്ട് അഫയേഴ്സിലൊക്കെ കണ്ട ആൾക്കാർക്ക് കിട്ടും, അല്ലാത്ത ആൾക്കാർ തപ്പിപ്പോവും കേട്ടോ. ശരി, ഇത് നമുക്ക് ഫാർസ് എന്നത് ഏത് മാധ്യമമാണ്, ഏത് രാജ്യത്തെ മാധ്യമമാണ്? ഒന്നുകിൽ ഇസ്രയേൽ അല്ലെങ്കിൽ ഇറാൻ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടേണ്ടതാണ്. ഓക്കെ അല്ലേ? ശരി, അത് നമുക്ക് ടഫിൽ തന്നെ ഇടാം. അതിന് നിലവിലെ ഇഷ്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? എഴുതാൻ പറ്റും. നിലവിലെ ഇഷ്യൂ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇറാനാണ് ആൻസർ ആയിട്ട് വരുന്നുള്ള കാര്യം നമുക്കവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അടുത്ത, കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരെന്നാണ്? നിയമവകുപ്പ് മന്ത്രി നമ്മൾ ഇന്നലെ വൈകുന്നേരം കൂടി മന്ത്രിസഭ ചർച്ച ചെയ്തതാണ്. ആരാണ് കുട്ടികളെ നിയമവകുപ്പ് മന്ത്രി? പറഞ്ഞ നിയമവകുപ്പ് മന്ത്രി ആരാണ്? നിയമവകുപ്പ് മന്ത്രി നിയമം കൈകാര്യം ചെയ്യുന്നത് വി ഡി സതീശനാണ് അല്ലെ? ധനകാര്യമായിക്കോട്ടെ, നിയമമായിക്കോട്ടെ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ? ഓക്കെ, കെ മുരളീധരന്റെ വകുപ്പുകളും നമ്മൾ പറഞ്ഞു. കെ മുരളീധരന്റെ വകുപ്പുകൾ ഓർത്ത് പറഞ്ഞേ. മുരളീധരന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? പ്രധാനപ്പെട്ട വകുപ്പുകള് ആരോഗ്യമുണ്ട് അല്ലെ? ആരോഗ്യം കെ മുരളീധരനാണ്. അതുപോലെ ദേവസ്വം അല്ലെ? ദേവസ്വം, ആരോഗ്യം, ദേവസ്വം ആരാണ്? ആരോഗ്യവും ദേവസ്വവും ആരാണ് കുട്ടികളെ? കെ മുരളീധരനാണ്. ഓക്കെ, സി പി ജോൺ ഒന്ന് ഓർത്ത് പറഞ്ഞേ. സി പി ജോൺ നമ്മുടെ തിരുവനന്തപുരം MLA. സി പി ജോൺ ഗതാഗതമാണ് അല്ലെ? സി പി ജോൺ ഗതാഗതമാണ്. ഓക്കെ, മോൻസ് ജോസഫ്, മോനെ കുട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടേ വെച്ചതാണ്. മോൻസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് ഏതാ കുട്ടികളെ? ജലവിഭവമാണ് അല്ലെ? ജലവിഭവമാണ്. മോൻസ് ജോസഫിന്റെ പ്രധാന വകുപ്പ് ഏതാണ്? ജലവിഭവമാണ് മോൻസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? ഒരു സെക്കൻഡ് എടാ. മോൻസ് ജോസഫ് ജലവിഭവമാണ് പ്രധാനപ്പെട്ട വകുപ്പ്. ഓക്കെ, ശരി. അപ്പൊ അത് ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളത്തിലെ മന്ത്രിസഭയൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാ? പറഞ്ഞേ.
ഏത് സംസ്ഥാനമാണ് വയോജന വകുപ്പ് ആരംഭിച്ചത്? വയോജന വകുപ്പ് ആരംഭിച്ചത്, വയോജന കമ്മീഷൻ ആരംഭിച്ചത് ഒക്കെ ഏതാണ്? കേരളമാണ് അല്ലേ? വയോജന വകുപ്പ് ആരംഭിച്ചതോ വയോജന കമ്മീഷൻ ആരംഭിച്ചതോ ചോദിച്ചാൽ ഏതാണ് കുട്ടികളെ? കേരളമാണ്. അതൊക്കെ എല്ലാവരും പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. വയോജന കമ്മീഷൻ, വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ, വയോജന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി ചോദിച്ചതാണ്. അതുപോലെ വയോജന വകുപ്പ് ആര് നേടി കഴിഞ്ഞാൽ കേരളമാണ്. കേരളത്തിലാണ് വയോജന വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത് ഇതൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി. ചാണക്യ എവിടെയോ കേട്ടിട്ടുണ്ട്, ചിലർക്ക് നന്നായിട്ട് അറിയാം, ചിലർക്ക് നല്ല കൺഫ്യൂഷൻ വന്നു. ഓക്കെ, ആരാണ് ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി? ചാണക്യ തൂലികാ നാമം, ചാണക്യ എന്ന തൂലികാ നാമം ജവഹർലാൽ നെഹ്റുവിന്റെയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന്റെ തൂലികാ നാമമാണ് ചാണക്യ. ചാണക്യ ഇത് ആദ്യമായിട്ട് PSC ചോദിക്കുന്നതല്ല, മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം PSC എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂസിങ്, പക്ഷെ കുറെ ആൾക്കാർക്ക് ഇത് അറിയാം. ഞാൻ അത് ടഫ് ക്വസ്റ്റ്യൻ പറയാത്തത്, കുറെ ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാം. കുറെ ആൾക്കാർക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ വന്നു കേട്ടോ. ജവഹർലാൽ നെഹ്റു ചിന്തിച്ചു പോലും കാണാത്ത ആൾക്കാരുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? ഗംഗാ ശുദ്ധീകരണം. ഓക്കെ, ഗംഗാ ശുദ്ധീകരണം. ഗംഗാ ശുദ്ധീകരണം നമാമി ഗംഗയാണ്. നമാമി ഗംഗയാണ് ഗംഗാ ശുദ്ധീകരണം. നമാമി ഗംഗ ഏത് വർഷമാണ് ആരംഭിച്ചത്? നമാമി ഗംഗ ഏത് വർഷമാണ് ആരംഭിച്ചത്? നമാമി ഗംഗ ഏത് വർഷം ആരംഭിച്ചത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതി നമാമി ഗംഗ ഏത് വർഷമാണ് ആരംഭിച്ചത്? 2014 നരേന്ദ്രമോദി സർക്കാരാണ് നമാമി ഗംഗ ആരംഭിച്ചത് അല്ലെ? 2014 നരേന്ദ്രമോദി സർക്കാരാണ് നമാമി ഗംഗ ആരംഭിച്ചത്. എന്നാൽ ഗംഗ ആക്ഷൻ പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് അതും ചോദിക്കും. ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ഏത് വർഷം? ഗംഗ ആക്ഷൻ പ്ലാൻ, ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ഏത് വർഷം? ഗംഗ ആക്ഷൻ പ്ലാൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗംഗ ആക്ഷൻ പ്ലാൻ ആണെങ്കിൽ 1986 രാജീവ് ഗാന്ധിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഗംഗാ ശുദ്ധീകരണം നമാമി ഗംഗ 2014 നരേന്ദ്രമോദി, ഗംഗാ ശുദ്ധീകരണം ഗംഗ ആക്ഷൻ പ്ലാൻ 1986 രാജീവ് ഗാന്ധി. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഈസി കാറ്റഗറി ആണ്, കാരണം പല തവണ ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. അടുത്ത അരുൾ നൂൽ ആരുടെ കൃതിയാണ്? അരുൾ നൂൽ ആരുടെ കൃതി എന്നാണ് ചോദ്യം. എളുപ്പമുള്ള ചോദ്യമാണ്. അരുൾ നൂൽ ആരുടെ കൃതിയാ കുട്ടികളെ? അരുൾ നൂൽ ആരുടെ കൃതിയാണ്? അരുൾ നൂല്, അഖിലത്തിരുട്ട്, അമ്മാനെ, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ്. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അരുൾ നൂല്, അഖിലത്തിരുട്ട്, അമ്മാനെ, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ്. ഈസി ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓക്കെ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാര്? ചാടിക്കേറി തെറ്റിച്ച ആൾക്കാരുണ്ട്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സവർണ ജാഥ, ഇത് മാത്രം വായിച്ച് തെറ്റിച്ച ആൾക്കാരുണ്ട്. നാഗർകോവിലിൽ നിന്നാണ് ചോദ്യം. മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം, നാഗർകോവിൽ ടു തിരുവനന്തപുരം ME നായിഡു, ഡോക്ടർ ME നായിഡു ആണ് കേട്ടോ. ഓക്കെ, ഡോക്ടർ ME നായിഡു. പരീക്ഷയിലാണെങ്കിൽ ഇപ്പൊ പരീക്ഷ നടന്നില്ല, അതുകൊണ്ട് കുറെ എണ്ണം രക്ഷപ്പെട്ടു പോയി. പരീക്ഷ നടന്നിരുന്നെങ്കിൽ കുറെ എണ്ണം മന്നത്ത് പത്മനാഭനെ അടിച്ചു വെച്ച് ചിരിച്ചുകൊണ്ടിരുന്നേനെ. ഇങ്ങനെ ചിരിയും കൂടെ ചിരിക്കും. എളുപ്പമുള്ള ചോദ്യം, പക്ഷെ ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം വായിക്കുന്നവർക്ക് എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, ചോദ്യം വായിക്കുന്നവർക്ക് എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ഇതൊന്നും ടഫ് കാറ്റഗറി ഒന്നും അല്ല. ഓക്കെ, എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ME നായിഡിന്റെ ക്വസ്റ്റ്യൻ. അടുത്ത, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ഏത് കൃതിയെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ഏത് കൃതിയെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം. വേദപഠനം ബ്രാഹ്മണരുടെ കുത്തക അവകാശമല്ല. വേദപഠനം ബ്രാഹ്മണരുടെ കുത്തവകാശമല്ല എന്ന് ചട്ടമ്പി സ്വാമികൾ ധൈര്യപൂർവ്വം എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, തീ പോലുള്ള വാക്കുകളാണ് ആ കൃതിയിലുള്ളത്, ആ പുസ്തകം കത്തിപ്പോകാത്തത് ഭാഗ്യം. ഓക്കെ അല്ലേ?
ക്ലിയർ ആണ്. കേരളത്തിന്റെ, നമുക്ക് ഈസി ക്വസ്റ്റ്യനെ, അത് ഈസി ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണ്. KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ. KP കേശവമേനോനാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണെങ്കിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാ? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാ? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? പറഞ്ഞേ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? പറഞ്ഞേ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ് കുട്ടികളെ? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? പറഞ്ഞേ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ പറയുന്നില്ല ആരും. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ തുഷാർ കാന്തി ഘോഷ്. ആരാ കുട്ടികളെ? തുഷാർ കാന്തി ഘോഷ് ആണ് കേട്ടോ. തുഷാർ കാന്തി ഘോഷ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. തുഷാർ കാന്തി ഘോഷിനെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. തുഷാർ കാന്തി ഘോഷിനെയാണ്. തുഷാർ കാന്തി ഘോഷിനെയാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക, അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക. ഒന്ന് പറഞ്ഞേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക. രണ്ടും രണ്ടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക, അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക ചോദിച്ചാൽ ആരാണ് കുട്ടികളെ? അത് അരുണ ആസിഫ് അലി ആണ് അല്ലെ? അരുണ ആസിഫ് അലിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക. ഓക്കെ അല്ലെ? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക അത് ആനി ബസന്റും, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക അരുണ ആസിഫ് അലിയുമാണ്. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ അത് ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ, തിരുവിതാംകൂറിന്റെ ബാരിസ്റ്റർ GP പിള്ള, ഇന്ത്യയുടെ ദാദാഭായ് നവറോജി, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെത് കൻവർ സിംഗ്, പത്രപ്രവർത്തനത്തിൻ്റെത് തുഷാർ കാന്തി ഘോഷ്. ഓക്കെ അല്ലേ? അടുത്ത മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാ സമുദ്രത്തേക്ക് വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ്. കുറെ കാലം ലൂ നമ്മൾ തപ്പി വെച്ചിരിക്കുകയായിരുന്നു. ആ ലൂ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ലൂ. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ കേട്ടോ. ഇതൊക്കെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാ. അടുത്ത കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരെന്നാണ്? 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാ കുട്ടികളെ? രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. രമേശ് ചെന്നിത്തല. സണ്ണി ജോസഫ് എന്ന് ഓർത്ത് പറഞ്ഞേ. സണ്ണി ജോസഫ് ഏതാ? സണ്ണി ജോസഫിന്റെ ഏതാ കുട്ടികളെ? സണ്ണി ജോസഫിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാ? സണ്ണി ജോസഫ് പോരട്ടെ. സണ്ണി ജോസഫിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാ? പറയുന്നില്ല ആരും. സണ്ണി ജോസഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി, അതുപോലെ പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്, വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. ഇതൊക്കെ സണ്ണി ജോസഫ്. നമ്മൾ ഇന്നലെ സണ്ണി ചേച്ചിയെ വെച്ച് നമ്മൾ ഓർത്ത് വെച്ചായിരുന്നു അല്ലേ? ഓക്കെ. PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകൾ ഏതൊക്കെയാ? PK കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞാപ്പൂന്റെ വകുപ്പുകൾ ഏതൊക്കെയാ? പറഞ്ഞേ. ഏതൊക്കെയാ? PK കുഞ്ഞാലിക്കുട്ടി പറ കുട്ടികളെ.
PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകള് വാണിജ്യം, വ്യവസായം, IT, AI, വാണിജ്യം, വ്യവസായം, IT, AI. ഓക്കെ, ഇനി ഐസ്ക്രീം പാർലർ കേസൊക്കെ AI ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ചോദ്യം. കൈത്തറി ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്. വാണിജ്യം, വ്യവസായം, കൈത്തറി, ടെക്സ്റ്റൈൽസ്, അതുപോലെ ഖനനം, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ നമ്മുടെ AI, ഇതൊക്കെ ആരുടെ വകുപ്പുകളാണ് കുട്ടികളെ? ഇതൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകളാണ് കേട്ടോ. ശരി, ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം, സംഭരണം, സംസ്കരണം, വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതലയുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനമാണെങ്കിൽ ഹൈദരാബാദും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ആണെങ്കിൽ അതെവിടെ കുട്ടികളെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ആണെങ്കിൽ അതെവിടെയാണ്? ഡെറാഡൂണിലാണ്. ഓക്കെ, ഇത് SCRT ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, EC കാറ്റഗറി. SCRT ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, EC കാറ്റഗറി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് ഡെറാഡൂണുമാണ് അല്ലെ? EC ക്വസ്റ്റ്യൻ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? EC ക്വസ്റ്റ്യൻ ആണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാ കുട്ടികളെ? പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ കിഴക്കൻ തീരസമതലം ഏതിനൊക്കെ ഇടയിലാണ്? പറഞ്ഞ കിഴക്കൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലമെങ്കിൽ കിഴക്കൻ തീരസമതലം ഏതിനൊക്കെ ഇടയിലാണ്? കിഴക്കൻ തീരസമതലം ഏതിനൊക്കെ ഇടയിലാണ്? പറഞ്ഞേ. കിഴക്കൻ തീരസമതലം വരുന്നത് ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിലാണ് അല്ലെ? ബംഗാൾ ഉൾക്കടലിനും പൂർവഘട്ടത്തിനും ഇടയിലാണ്. ബേ ഓഫ് ബംഗാളിനും പൂർവഘട്ടത്തിനും ഇടയിലാണ് ഏത് വരുന്നത്? കിഴക്കൻ തീരസമതലം വരുന്നത്. പൂർവഘട്ടത്തിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം വരുന്നത്. അടുത്ത്, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ദേശീയ ജലപാത 3 ആണ് അല്ലെ? ദേശീയ ജലപാത 3 ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3 ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്ത്, കർണാടകത്തിലെ ആണവോർജ നിലയം ഏതെന്നാണ് ചോദ്യം. കർണാടകത്തിലെ ആണവോർജ നിലയം ഏതാ കുട്ടികളെ? കർണാടകത്തിലെ ആണവോർജ നിലയം ഏതാണ്? കർണാടകത്തിലെ ആണവോർജ നിലയം കൈഗ ആണവോർജ നിലയം. EC ക്വസ്റ്റ്യൻ. കൈഗ ആണവോർജ നിലയം, EC ക്വസ്റ്റ്യൻ. ഓക്കെ, നറോറ ആണവ നിലയം ഏത് സംസ്ഥാനമാണ്? നറോറ ഏത് സംസ്ഥാനം? നറോറ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. നറോറ ആണവ നിലയം ഏത് സംസ്ഥാനം? നറോറ ഉത്തർപ്രദേശ്. താരാപൂർ, ഇന്ത്യയിൽ ആദ്യത്തെ അറ്റോമിക് എനർജി സ്റ്റേഷൻ താരാപൂർ ഏത് സംസ്ഥാനം? താരാപൂർ, കമന്റ് ചെയ്ത്. താരാപൂർ ഏത് സംസ്ഥാനം? താരാപൂർ മഹാരാഷ്ട്ര. 1969. കൽപ്പാക്കം കൂടംകുളം അതൊക്കെ എവിടെയാണ്? കൽപ്പാക്കം കൂടംകുളം എവിടെയാണ് കുട്ടികളെ? കൽപ്പാക്കം കൂടംകുളം ഒക്കെ തമിഴ്നാട് അല്ലെ? കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്. ഓക്കെ, ഇതൊക്കെ EC ക്വസ്റ്റ്യൻ ആണ്. കാശ്മീർ താഴ്വരയിലെ കരേവാസ് അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? കാശ്മീർ താഴ്വരയിലെ കരേവ മണ്ണിനം, കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കരേവ മണ്ണിനം, അത് എന്തിന്റെ നിക്ഷേപം കാരണമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹിമാനികളുടെ നിക്ഷേപം. ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹിമാനികളുടെ നിക്ഷേപം കാരണം രൂപം കൊള്ളുന്ന കരേവ മണ്ണിനം, കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം, കാശ്മീർ താഴ്വരയിലെ മണ്ണിനം. EC ക്വസ്റ്റ്യൻ. ഓക്കെ, 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇത് കറണ്ട് അഫയേഴ്സ് ചോദ്യമല്ല, ഇത് SCRT ചോദ്യമാണ്. പുതിയ SCRTയിൽ ഒരു കോളത്തിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കുട്ടികളെ? നഞ്ചിയമ്മ. അയ്യപ്പനും കോശിയും എന്ന സിനിമയില് കലക്കാത്ത എന്ന് പറയുന്ന സോങ്, ആ പാട്ട് പാടിയനാണ് നഞ്ചിയമ്മയ്ക്ക് കിട്ടിയത്. EC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, EC ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടിക്ക് 4ാമത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ,
അവരെയൊക്കെ നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കേണ്ട ആൾക്കാരാണ്. 1074 കേട്ടോ, 1074 വയസ്സുള്ള മനുഷ്യൻ ഇപ്പോഴും അയാൾ ചെയ്യുന്ന ജോലിയിൽ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, അതിനുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ക്ലിയറാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യുക, അതിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക, അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അലുമിനിയത്തിന്റെ അയിര്, അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഓക്കെ. സാധുജന പരിപാലന സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാരെന്നാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ ആരാട്ടില്ല? അയ്യങ്കാളി. 1907 അല്ലേ? 1907. ഈസി ക്വസ്റ്റ്യൻ. പരീക്ഷ ക്യാൻസൽ ആവേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നല്ലേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴ്? പരീക്ഷ ക്യാൻസൽ ആകേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നല് പരീക്ഷ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം ജസ്റ്റ് പ്രീവിയസ് ഒക്കെ മാത്രം നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പരീക്ഷയായിരുന്നു. ഓക്കെ. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നതാ. എനിക്കത് മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ഡൽഹിയിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടെ വന്നു. ഡൽഹിയിൽ നിന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ പരീക്ഷ ക്യാൻസൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവിടെ പലരും 10 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒക്കെ പോയ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ആള് കയറിയുണ്ടോ ഓൺലൈനിൽ? അശ്വതി ഉണ്ടോ ഓൺലൈനിൽ? സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഓക്കെ. സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാനായിട്ട് ആരൊക്കെയാ? സർദാർ വല്ലഭായ് പട്ടേല്, VP മേനോൻ, മൗണ്ട് ബാറ്റൻ പ്രഭു. ഈ മൗണ്ട് ബാറ്റന്റെ പേര് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും ഡൗട്ട് വെക്കേണ്ട. മൗണ്ട് ബാറ്റൻ എന്ന വ്യക്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ത്യയിലെ സ്ട്രക്ചറൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കാൻ വേണ്ടി ഇവിടെ വന്ന വ്യക്തിയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വേണ്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. മനസ്സിലായ? നമ്മൾ അതൊരു ചോദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അയച്ച വ്യക്തി ആരാണെന്ന്. അത് മൗണ്ട് ബാറ്റൻ ആണ്. മനസ്സിലായോ? മൗണ്ട് ബാറ്റൻ നമുക്ക് ഫേവറബിൾ ആയിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വന്നിട്ടുള്ളത്. മനസ്സിലായ? സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, മൗണ്ട് ബാറ്റൻ. ഈ കൂട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവും ഉണ്ട്. മനസ്സിലായ? ഈ കൂട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവും ഉണ്ട്. പക്ഷെ ഓപ്ഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഒന്ന് ചെയ്തേടാ. ഒന്ന് ചെയ്തേ. എന്നിട്ട് ചെയ്തിട്ട് എങ്ങനെ ആൻസർ കിട്ടുന്നുള്ള കാര്യം കൂടെ ഒന്ന് കമന്റ് ചെയ്യേ. ഓക്കെ, നോക്കാം. പിള്ളേരെ, നമുക്ക് എല്ലാവർക്കും അറിയാം 1950 ജനുവരി 26 നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വോട്ടിംഗ് പ്രായം 21 വയസ്സായിരുന്നു. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റുന്നത് 1989 61 ഭേദഗതി പ്രകാരമാണ്. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റുന്നത് 1989 61 അമെന്റ്മെന്റ് പ്രകാരമാണ്. അപ്പൊ 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. 18 വയസ്സ് എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇതാ പറയുന്നേ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വായിച്ചു തുടങ്ങുമ്പം 52 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പ്, അപ്പം ആലോചിക്കുക, അയ്യോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഓപ്ഷൻ വായിക്കുക. ഓക്കെ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പ്രായപൂർത്തി വോട്ടവകാശം. തെരഞ്ഞെടുപ്പിൽ CPI 16 സീറ്റുകൾ കരസ്ഥമാക്കി. ഓർമ്മയില്ല, അറിയില്ല, അവിടെ കിടന്നോട്ട്.
ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. അതറിയാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. വായിക്കുകയാണ്, 18 വയസ്സ് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. അല്ലല്ലോ, 18 ആക്കിയത് 89-ലാണല്ലോ. ചിന്തിച്ചാൽ തീർന്നു, ഉത്തരമായി. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം ഓപ്ഷൻസ് വായിക്കേണ്ടത്. CPIക്ക് 16 സീറ്റാണ് ലഭിച്ചത്. CPIക്ക് 16 സീറ്റാണ് ലഭിച്ചത്, ശരിയാണ്. ഓക്കെ, കോൺഗ്രസിന് എത്ര സീറ്റ് ലഭിച്ചു പറഞ്ഞേ? കോൺഗ്രസിന് എത്ര സീറ്റ് ലഭിച്ചു കുട്ടികളെ? കോൺഗ്രസിന് എത്ര സീറ്റാണ് ലഭിച്ചത്? കോൺഗ്രസിന് ലഭിച്ചത് 364 സീറ്റുകളാണ് ലഭിച്ചത് കേട്ടോ. കോൺഗ്രസിന് ലഭിച്ചത് 364 സീറ്റുകൾ. ടോട്ടൽ 489 സീറ്റുകളിലാണ് ഇലക്ഷൻ നടന്നത്. മനസ്സിലായ? ടോട്ടൽ 489 സീറ്റുകളിലാണ് ഇലക്ഷൻ നടന്നത്. 489 സീറ്റുകളിലാണ് ഇലക്ഷൻ നടന്നത് കേട്ടോ. 480 സീറ്റുകളാണ് ഇലക്ഷൻ നടന്നത്. ഓക്കെ, കോൺഗ്രസിന് എത്ര സീറ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ 364 സീറ്റാണ് ആർക്ക് ലഭിച്ചത്? കോൺഗ്രസിന് ലഭിച്ചത് കേട്ടോ. ക്ലിയർ ആണ്. ഇലക്ഷൻ ഞാൻ ഒന്ന് ക്ലാസ് ആയിട്ട് എടുത്തു തരാം, ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം കേട്ടോ, ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഡിഗ്രി ബാച്ചിന് എടുത്തിട്ടുണ്ടത്. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏതാണ് ചോദ്യം. ഏതാ? സണ്ണി ജോസഫ് വൈദ്യുതി, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം, രമേശ് ചെന്നിത്തല ധനകാര്യം. തെറ്റ്. രമേശ് ചെന്നിത്തല എന്താണ് കുട്ടികളെ? ആഭ്യന്തരം. ധനകാര്യം VD ആണല്ലേ, VD സതീശനാണ് ധനകാര്യം. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആണ് മന്ത്രിസഭ ചോദിച്ചിരിക്കുന്നത്. അപ്പം മന്ത്രിസഭ ഞങ്ങളോട് നിറഞ്ഞു നിൽക്കും. വിനയൻ എഴുതി സംവിധാനം ചെയ്ത് 2022 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിത കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓപ്ഷൻ D ആണ് ആൻസർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഏത് സമുദായവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്? അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഏത് സമുദായവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തനം നടത്തിയത്? പറഞ്ഞേ. ഈഴവ സമുദായമാണ് കേട്ടോ. ഈഴവ സമുദായം. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ചോദ്യം, ദരിദ്രരെ സഹായിക്കാനായി പിടിയരി, അതായത് ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പിടിയരി സമ്പ്രദായം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം, വാഴത്തട വിപ്ലവം, ഓക്കെ, സംസ്കൃത വിദ്യാലയങ്ങൾ, കാർമലറ്റോ മേരി ഇമ്മാക്കുലേറ്റോ, കോൺഗ്രിഗേഷൻ ഓഫ് മദേഴ്സ് കാർമൽ. ഓക്കെ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളെ? ഇതൊക്കെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നമ്മള് ഈ ക്വസ്റ്റ്യൻ എന്താണ് കുട്ടികൾ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഏത് കാറ്റഗറിയാണ്? ഇലക്ഷൻ്റെത് ഈസി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതൊക്കെ വായിച്ച് എഴുതാൻ പറ്റണം. ഇതും ഈസി തന്നെയാണ്. ഓക്കെ, കാരണം എത്ര തവണ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ഷൻ 18 വയസ്സാണ് എന്നൊക്കെയുള്ള കാര്യം, 21 വയസ്സ്, 18 വയസ്സ് അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അതും ഈസി ക്വസ്റ്റ്യൻ. പിടിയരി സമ്പ്രദായം, ഈസി ക്വസ്റ്റ്യൻ. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഇത് ആദ്യത്തെ ചോദ്യമല്ല, ആദ്യമായി ചോദിക്കുന്നതല്ല. മണിപ്പൂരാണ് ആൻസർ. ഓക്കെ, മണിപ്പൂര്. പക്ഷെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഏത് കാറ്റഗറിയിൽ ഇടണം. ഈസി കാറ്റഗറിയിൽ ഇടണോ അതോ കൺഫ്യൂഷനിൽ ഇടണോ? ഓക്കെ, ഒരു നല്ല വിഭാഗം ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഈ ക്വസ്റ്റ്യൻ. മണിപ്പൂരിലാണ് ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നെന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഈസി തന്നെയാണ്, ഇത് ഈസി തന്നെയാണ് കേട്ടോ. എത്ര തവണ റിപ്പീറ്റ് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1953 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭാഷാ പുനഃസംഘടന കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. ശരിയാണ്. കാരണം ചെയർമാൻ ഫസൽ അലി ആയതുകൊണ്ട് തന്നെ ഈ കമ്മീഷനെ ഫസൽ അലി കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ. ഡോക്ടർ എച്ച് എൻ കുൻസ്രു ഇതിൽ അംഗമായിരുന്നു. ഹൃദയനാഥ് കുൻസ്രു, സർദാർ കെ എം പണിക്കർ എന്നിവർ ഇതിൽ അംഗമായിരുന്നു. ഡോക്ടർ എച്ച് എൻ കുൻസ്രു, ഓക്കെ, ഹൃദയനാഥ് കുൻസ്രു ഇതിൽ അംഗമായിരുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത് കുസ്രു എന്നാണ് കൊടുത്തിട്ടുള്ളത്, കുൻസ്രു എന്നാണ്. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അത് തെറ്റാണല്ലേ? എത്ര സംസ്ഥാനങ്ങൾ, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ഇവിടെ 18ഉം 4ഉമാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര സംസ്ഥാനങ്ങൾ? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അല്ലെ? 14 സംസ്ഥാനങ്ങൾ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നതാണ് കറക്റ്റ്. 1956 നവംബർ 1-ാം തീയതി കേരള സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ശരിയാണ്. കേരളം രൂപം കൊണ്ടിരിക്കുന്നത്, കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങൾ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അത് രൂപം കൊണ്ടിരിക്കുന്നത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. അത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നു. മൂന്നാമത്തെ മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ചോദിക്കും, കേരളം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള രൂപീകരണം ഏത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പറഞ്ഞേ, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയുമായിട്ടാണ് കേരള രൂപീകരണം ബന്ധപ്പെട്ടിരിക്കുന്നത്? പറഞ്ഞേ. അറിയത്തില്ല ആർക്കും? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എത്രാമത്തെ ഭേദഗതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞേ? എത്രാമത്തെ ഭേദഗതിയാ? ആർക്കും അറിയത്തില്ല. 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 1956-ലെ 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന 7ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ കേരളം രൂപം കൊണ്ടിരിക്കുന്നത് 7ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ഓക്കെ. അടുത്ത്, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം വകുപ്പ് റദ്ദാക്കിയത് എന്നാണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം എന്നാണ് പാസ്സായത്? അതാണ് ചോദ്യം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം എന്നാണ് പാസ്സായത്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സായ തീയതിയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 5-ന് പാസ്സായി. 2019 ഓഗസ്റ്റ് 5-ന് പാസ്സായി. നിലവിൽ വന്നത് എപ്പോഴാ കുട്ടികളെ? 2019 ഓഗസ്റ്റ് 5-ന് പാസ്സായി. നിലവിൽ വന്നത് എപ്പോഴാണ്? പറഞ്ഞേ. 2019 ഓഗസ്റ്റ് 5-ന് പാസ്സായെങ്കിൽ നിലവിൽ വന്നത് എപ്പോഴാണ്? നിലവിൽ വന്നത് ആര് പറയും? നിലവിൽ വന്ന ഒക്ടോബർ 31 കേട്ടോ. 2019 ഒക്ടോബർ 31-നാണ് നിലവിൽ വന്നത്. 2019 ഒക്ടോബർ 31-നാണ് നിലവിൽ വന്നത്. ഈ 2 ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാറ്റിക് GK ആണ്. അന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ കളയരുത്. ഓഗസ്റ്റ് 5-ന് പാസ്സാകുന്നു, ഒക്ടോബർ 31-ന് നിലവിൽ വരുന്നു. ഓഗസ്റ്റ് 5-ന് പാസ്സാകുന്നു, ഒക്ടോബർ 31-ന് നിലവിൽ വരുന്നു. ഈ ബില്ല് അവതരിപ്പിച്ചത് ആരാ പാർലമെന്റിൽ? ബില്ല് അവതരിപ്പിച്ചത് ആരാണ് കുട്ടികളെ? ബില്ല് അവതരിപ്പിച്ചത് ആരാണ് പാർലമെന്റിൽ? പറഞ്ഞേ. ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ബില്ല് അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബില്ല് അവതരിപ്പിച്ചത് അല്ലേ? ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അവതരിപ്പിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയറാണ്. ഓക്കെ, നോക്കി കുട്ടികളെ. ഇന്ത്യയുടെ സുപ്രീം കോടതി സമീപകാല വിധികളിലൂടെ ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വികസിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ഇതിൽ പെടാത്തത് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ സമീപകാല വിധികളിലൂടെ
ഭരണഘടനയുടെ 21-ാം വകുപ്പിന്റെ വ്യാപ്തി വളരെയധികം വികസിപ്പിച്ചു. താഴെ പറയുന്നവയിൽ ഇതിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം കേട്ടോ. പെടാത്ത ഏതാണ് ചോദ്യം. ഓക്കെ, ട്രോമ കെയറിനുള്ള അവകാശം അതിൽ പെടുന്നു. അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21-ലാണ് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ ട്രോമ കെയറിനുള്ള അവകാശം പറയുന്നുണ്ട്. ആ കേസ് ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ കേസ് സേവ് ലൈഫ് ഫൗണ്ടേഷൻ കേട്ടോ. സേവ് ലൈഫ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2026. സേവ് ലൈഫ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2026. ട്രോമ കെയർ, അപകട സമയത്ത് ട്രോമ കെയർ ലഭിക്കേണ്ടത് ആർട്ടിക്കിൾ 21-ന്റെ ഉള്ളിൽ പെടുന്ന കാര്യമാണ്. അതിന് കാരണമായി സുപ്രീം കോടതി പ്രസ്താവന വന്ന കേസാണ് സേവ് ലൈഫ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2026. ആർത്തവ ആരോഗ്യവും അന്തസ്സും, ഇത് ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലിട്ട. ആർത്തവ ആരോഗ്യവും അന്തസ്സും ഏതാ കുട്ടികളെ? ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2026. ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2026. ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2026 ആണ് ആർത്തവ ആരോഗ്യവും അന്തസ്സും 21-ാമത്തെ ആർട്ടിക്കിളിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. ഓക്കെ, മനസ്സിലായോ കുട്ടികളെ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത് രണ്ടും റീസെന്റ് ആയിട്ടുള്ള വിധികളാണ്. വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം ഇത് കുറച്ച് ഞാൻ ഡേറ്റ ചെക്ക് ചെയ്തപ്പോൾ ഒരു കുറച്ച് പഴയ കേസാണ് എനിക്ക് കിട്ടിയത്. പുതിയ കേസ് ഏതെങ്കിലും വിധി വന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാനിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, ഹുസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആണ് കേട്ടോ. ഹുസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആണ്. സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിലാണ്. 1979 കേസാണ്. പുതിയ ഏതെങ്കിലും കേസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 21-ൽ വരുമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസാണ് ഹുസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഓക്കെ അല്ലേ? അഭയത്തിനുള്ള അവകാശവും സുപ്രീം കോടതി 21-ൽ പ്രഖ്യാപിച്ച കേസ് ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ. അതുപോലെ ഒരു കേസുണ്ട് ചമേലി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ പറഞ്ഞ കേസുകൾ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം 21-ാം വകുപ്പിന്റെ ഭാഗമാണ് എന്ന ആൻസറാണ് ഇവിടെ വരുന്നത്. ആൻസറാണ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കേസുകളൊന്നും പഠിച്ചിരിക്കുക. ഓക്കെ, ട്രോമ കെയറിനുള്ള അവകാശം പറയുന്നത് സേവ് ലൈഫ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. 2026. ആർത്തവ ആരോഗ്യവും അന്തസ്സും അത് വിധിച്ചത് ഡോക്ടർ ജയ താക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം സുപ്രീം കോടതി വിധിച്ചത് ഹുസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. അഭയത്തിനുള്ള അവകാശം വിധിച്ചത് ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ അല്ലേ? അതുപോലെ ചമേലി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി. അപ്പൊ ഇത്രയും കേസുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റക്ക് ഉണ്ടോ? എല്ലാവർക്കും സ്റ്റക്ക് ഉണ്ടോ? ഓക്കെ, ഒന്നുകൂടെ നോക്കേ. സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ പറയേ. ഇനി സ്റ്റക്ക് ആവണേ പറഞ്ഞാൽ മതി. ഇല്ല, ഇപ്പൊ ഇല്ലല്ലോ. ശരി, തെറ്റായ ജോഡി ഏതാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഇത് നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം
പിന്നെ വായിക്കുന്ന സമയത്ത് ഒരു ഐഡിയ തോന്നാം നിങ്ങൾക്ക്. വായിക്കുന്ന സമയത്ത് വായിച്ചു വരുമ്പോ ഇതെല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം 21-ാം വകുപ്പിന്റെ ഭാഗമാണ് എന്നൊരു തോന്നൽ വരാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ഡിലീഷൻ പോയ എന്തോന്ന് പരീക്ഷ ഇല്ലല്ലോ, പിന്നെ ഡിലീഷൻ. ഓക്കെ, ക്ലിയർ ആണ്. നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ആനി ബെസന്റ് ന്യൂ ഇന്ത്യ, ശരിയോ തെറ്റോ? ആനി ബെസന്റ് ന്യൂ ഇന്ത്യ, ന്യൂ ഇന്ത്യ കോമൺവീൽ. ഓക്കെ, ന്യൂ ഇന്ത്യ കോമൺവീൽ. ഓക്കെ, ഇതിനെ അത് ഈസി ആണോ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എക്സാം ഹാളിൽ ചിന്തിക്കും പോലെ ഇരിക്കും. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ മെജോറിറ്റി ആൾക്കാർ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ന്യൂ ഇന്ത്യ കോമൺവീൽ ആരാ കുട്ടികളെ? ആനി ബെസന്റ് ആണ്. യങ് ഇന്ത്യ ആരാണ്? യങ് ഇന്ത്യ, യങ് ഇന്ത്യ. ന്യൂ ഇന്ത്യ കോമൺവീൽ ഇത് രണ്ടും ആനി ബെസന്റ് ആണെങ്കിൽ യങ് ഇന്ത്യ ആരാണ്? യങ് ഇന്ത്യ, യങ് ഇന്ത്യ ഗാന്ധി. യങ് ഇന്ത്യ ഗാന്ധിയാണ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി എന്നുള്ളത് തെറ്റാണ്. സുഭാഷ് ചന്ദ്രബോസ് ഗീതാഞ്ജലി എന്നുള്ളത് തെറ്റാണ്. സുഭാഷ് ചന്ദ്രബോസ് അല്ല ഗീതാഞ്ജലി. ഗീതാഞ്ജലി ആരാ കുട്ടികളെ? ഗീതാഞ്ജലി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ടാഗോർ ആണ് അല്ലെ? ഗീതാഞ്ജലി ടാഗോർ ആണ്. ഗീതാഞ്ജലി ടാഗോർ ആണ്. ജയപ്രകാശ് നാരായൺ എന്തുകൊണ്ട് സോഷ്യലിസം? കേട്ടോ, വൈ സോഷ്യലിസം? ജയപ്രകാശ് നാരായൺ. ഓക്കെ അല്ലേ? ജയപ്രകാശ് നാരായണന്റെ തന്നെയാണ് എന്ത്? വൈ സോഷ്യലിസം. അടുത്ത രവീന്ദ്രനാഥ് ടാഗോറിന്റെ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ലെറ്റേഴ്സ് ഫ്രം റഷ്യ. ലെറ്റേഴ്സ് ഫ്രം റഷ്യ രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ് ലെറ്റേഴ്സ് ഫ്രം റഷ്യ. ഓക്കെ അല്ലേ? വൈ സോഷ്യലിസം ജെ പിയുടേതാണ്, മറക്കരുത്. വൈ സോഷ്യലിസം ജെ പിയുടേതാണ്, ജെ പിയുടേതാണ്. വൈ ഐ ആം ഏത്തിസ്റ്റ് അതാരുടേതാണ്? വൈ ഐ ആം ഏത്തിസ്റ്റ് അതാരുടേതാണ്? വൈ ഐ ആം ഏത്തിസ്റ്റ് അതാരുടെയാണ് കുട്ടികളെ? ഞാൻ എന്തുകൊണ്ട് അവിശ്വാസിയാണ്? വൈ ഐ ആം ഏത്തിസ്റ്റ് അതാരുടേതാണ്? ഭഗത് സിംഗിന്റെയാണ് അല്ലെ? ഭഗത് സിംഗിന്റെയാണ് വൈ ഐ ആം ഏത്തിസ്റ്റ്. വൈ ഐ ആം ഏത്തിസ്റ്റ് ആരുടെയാണ് കുട്ടികളെ? ഭഗത് സിംഗിന്റെയാണ്. ഓക്കെ, വൈ ഐ ആം ഏത്തിസ്റ്റ് ആരുടേതാണ് കുട്ടികളെ? ഭഗത് സിംഗിന്റെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ഉണ്ടോ? വയാം ഹിന്ദു ശശി തരൂരാണ്. വയാം ഹിന്ദു ശശി തരൂരാണ്. സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്നുകൂടെ നോക്ക് കേടാ. നെറ്റ്വർക്ക് ഇന്ന് മൊത്തത്തിൽ ഇഷ്യൂ എന്നാണ് തോന്നുന്നത്. നോക്കാം. ഇവിടെ നോക്കിയോ, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദ്യം. ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. ബൽബന്തറായ് മേത്ത കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തെറ്റാണ്. ഓക്കെ അല്ലേ? തെറ്റാണ്. ബൽബന്തറായ് മേത്ത കമ്മിറ്റി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തെറ്റാണ്. ഓക്കെ അല്ലേ? തെറ്റാണ്. ബൽബന്തറായ് മേത്ത കമ്മിറ്റി പഞ്ചായത്തി രാജാണ് അല്ലെ? പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജാണ്. ഓക്കെ. സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ അത് ശരിയാണ് അല്ലെ? സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ അത് ശരിയാണ്. ഓക്കെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സർക്കാരിയ കമ്മീഷൻ പഞ്ചായത്ത് രാജ് തെറ്റാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് സർക്കാരിയ കമ്മിറ്റി അല്ലെ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ് സർക്കാരിയ കമ്മിറ്റി. മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങൾ. മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മൗലിക അവകാശങ്ങൾ അത് ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പം 2, 4 ഓപ്ഷൻ ഡി 2, 4 എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 2, 4 എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. വളരെ പൂഞ്ചി കമ്മിറ്റി കേട്ടുണ്ടോ? പൂഞ്ചി കമ്മിറ്റി കേട്ടുണ്ടോ നിങ്ങൾ? പൂഞ്ചി കമ്മിറ്റി. പൂഞ്ചി കമ്മിറ്റി കേട്ടുണ്ടോ? പൂഞ്ചി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? പൂഞ്ചി എന്ന് തന്നെ പറയണം. പൂഞ്ചി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാ? പൂഞ്ചി കമ്മിറ്റിയും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് കേട്ടോ. പൂഞ്ചി കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. വാഗുൽ കമ്മിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാഗുൽ കമ്മിറ്റി
വാഗൽ കമ്മിറ്റി കേട്ടിട്ടുണ്ട്. വാഗൽ കമ്മിറ്റി. വാഗൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വാഗൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വാഗൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് അല്ലെ? ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇന്ത്യൻ മണി മാർക്കറ്റ്. വാഗൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. വാഗൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. ഓക്കെ. JC കുമരപ്പ കമ്മിറ്റി. JC കുമരപ്പ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? JC കുമരപ്പ കമ്മിറ്റി. JC കുമരപ്പ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? JC കുമരപ്പ കമ്മിറ്റി പറഞ്ഞേ. JC കുമരപ്പ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? JC കുമരപ്പ കമ്മിറ്റി ഭൂപരിഷ്കരണം. SCERT ആണ് ചോദ്യം വരും കേട്ടോ. ഭൂപരിഷ്കരണം. JC കുമരപ്പ കമ്മിറ്റി ഭൂപരിഷ്കരണമാണ്. ഭൂപരിഷ്കരണമാണ് കേട്ടോ. ഭൂപരിഷ്കരണം. ഓക്കെ. കാർഷികം വേണമെങ്കിൽ കാർഷികം എന്ന് വേണമെങ്കിൽ തരാം. കാർഷികം വേണമെങ്കിൽ തരാം. ഭൂപരിഷ്കരണം വരാം. കാർഷികം വേണമെങ്കിൽ തരാം. ഓക്കെ, ക്ലിയർ ആണ്. SCERT ഉണ്ടത്. ശരി, ഇത് നോക്കിയോ. താഴെ തന്നിട്ടുള്ളവയിൽ ഭരണഘടനയിലെ 19-ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏവ? താഴെ തന്നിട്ടുള്ളിൽ ഭരണഘടനയുടെ 19-ാം വകുപ്പിന്റെ പരിധിയിൽ വരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏവ? ഒന്ന് കമന്റ് ചെയ്തേ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോൾ എടുത്തോ. സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ശരിയാണ്. 19(1) സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ശരിയാണ്. 19(1) വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം 19-ലല്ല പറയുന്നത്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് 21A. ഓക്കെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പറയുന്നത് 21A. ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള തൊഴിലോ ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏതിലാ വരുന്നേ? ഇഷ്ടമുള്ള ജോലി ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ളത് 19(1) വരും അല്ലെ? 19(1) വരും. ഓക്കെ, 19(G) വരും. അപ്പൊ നമുക്ക് 1, 2, 4 ഓപ്ഷൻ C ആണ് അല്ലെ? 1, 2, 4 1, 2, 4 വരും. ഓക്കെ അല്ലേ? ഇഷ്ടമുള്ള ജോലി ബിസിനസ് വ്യാപാരം അടാ 19(1) ഓക്കെ, അതും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖനിക. സർവേ ഭവന്തു സുഖിനഃ എന്തിന്റെയാണ് കുട്ടികളെ? സർവേ ഭവന്തു സുഖിനഃ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മോട്ടോ ആണ് സർവേ ഭവന്തു സുഖിനഃ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മോട്ടോ ആണ് എന്ത് കുട്ടികളെ? സർവേ ഭവന്തു സുഖിനഃ. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സർവേ ഭവന്തു സുഖിനഃ. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മോട്ടോയാണ്. യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യഹം കേട്ടുണ്ടോ നിങ്ങൾ? യോഗക്ഷേമം വഹാമ്യഹം ഏതിന്റെയാണ്? യോഗക്ഷേമം വഹാമ്യഹം ഏതിന്റെയാണ്? യോഗക്ഷേമ വഹാമ്യം ഏതിന്റെയാണ് കുട്ടികളെ? പറഞ്ഞേ. പ്രീവിയസ് ചോദ്യമാണ്. യോഗക്ഷേമം വഹാമ്യഹം. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമം വഹാമ്യഹം LICയുടേതാണ്. സർവേ ഭവന്തു സുഖിനഃ. ഓക്കെ, സർവേ ഭവന്തു സുഖിനഃ മനുഷ്യാവകാശ കമ്മീഷന്റേതാണ്. ഓക്കെ അല്ലേ? കണക്റ്റിംഗ് ഇന്ത്യ. കണക്റ്റിംഗ് ഇന്ത്യ എന്തിന്റെയാണ്? കണക്റ്റിംഗ് ഇന്ത്യ. കണക്റ്റിംഗ് ഇന്ത്യ എന്തിന്റെയാണ്? കണക്റ്റിംഗ് ഇന്ത്യ. കണക്റ്റിംഗ് ഇന്ത്യ എന്തിന്റെയാണ്? BSNL. കണക്റ്റിംഗ് ഇന്ത്യ എന്താണ് കുട്ടികളെ? BSNL ആണ് അല്ലെ? BSNL ആണ് കണക്റ്റിംഗ് ഇന്ത്യ. BSNL. ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാം എന്തിന്റെയാണ്? ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാം എന്തിന്റെയാണ് കുട്ടികളെ? ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാം എന്തിന്റെയാണ്? ഒന്നായി മുന്നേറാം പറയൂ. ഒന്നായി മുന്നേറാം കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ്. ഒന്നായി മുന്നേറാം. ഒന്നായി മുന്നേറാം കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് കേട്ടോ. ക്ലിയർ ആണ്.
വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏത്? വിവരാവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനം ഏത്? ഏത് പ്രസ്ഥാനം കുട്ടികളെ? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ നമ്മൾ പഠിച്ചു. MKSS 1990 മെയ് 1 രാജസ്ഥാൻ അരുണ റോയ്. MKSS 1990 മെയ് 1 രാജസ്ഥാൻ അരുണ റോയ്. മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത്, മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത്, മാൻഡമസ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താ കുട്ടികളെ? ശരീരം ഹാജരാക്കുക, നിരോധിക്കുക, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ശരീരം ഹാജരാക്കുക ഹേബിയസ് കോർപ്പസ്, നിരോധിക്കുക പ്രൊഹിബിഷൻ, നിരോധിക്കുക പ്രൊഹിബിഷൻ. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു മാൻഡമസ്. ഓക്കെ, വി കമാൻഡ്. സാക്ഷ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ വിവരം നൽകുന്നു, സാക്ഷ്യപ്പെടുന്നു അല്ലെങ്കിൽ വിവരം നൽകുന്നു സെഷ്യോററി. സാക്ഷ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ വിവരം നൽകുന്നു ഏതാ കുട്ടികളെ? സെഷ്യോററി. എന്തധികാരത്തിൽ? കോവാറന്റോ. എന്തധികാരത്തിൽ? കോവാറന്റോ. ഓക്കെ, ക്ലിയർ ആണ്. അതും ഈസി ക്വസ്റ്റ്യൻ. അടുത്ത, താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ചെയ്ത കുട്ടികളെ, താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്, ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ശരിയോ തെറ്റോ? ശരിയാണ്, ശരിയാണ് അല്ലെ. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ശരിയാണ്. ഗംഗാ ഡോൾഫിൻ അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക ജലജീവി. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ കുട്ടികളെ? അരുണാചൽ പ്രദേശിന്റെ ഔദ്യോഗിക ജലജീവിയാണോ ഗംഗാ ഡോൾഫിൻ? കമന്റ് ചെയ്തേ. അത് നിങ്ങൾക്ക് എങ്ങനെ ഗംഗാ ഡോൾഫിൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അരുണാചൽ പ്രദേശിൽ വരുമെന്നുള്ളത്? ദേശീയ ജലജീവി അല്ല. ഗംഗാ ഡോൾഫിൻ വരുന്നത് ഉത്തർപ്രദേശ് അതുപോലെ പഞ്ചാബ് ഒക്കെയാണ് വരുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഗംഗാ ഡോൾഫിൻ ഉത്തർപ്രദേശ്, പഞ്ചാബ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അരുണാചൽ പ്രദേശ് അല്ല. ഓക്കെ, ഗംഗാ ഡോൾഫിൻ സുസു, ഹിഹു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അത് ശരിയാണ്. ഗംഗാ ഡോൾഫിൻ സുസു, ഹിഹു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അത് ശരിയാണ്. ഓക്കെ അല്ലേ? UP, പഞ്ചാബ് ആണ് ഗംഗാ ഡോൾഫിൻ വരുന്നത് കേട്ടോ. ഗംഗാ ഡോൾഫിൻ സുസു, ഹിഹു എന്നീ പേരിൽ അറിയപ്പെടുന്നു. അത് ശരിയാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരൂടാ? ഓപ്ഷൻ ഡി വരും. 1 and 3 എന്ന് വരും കേട്ടോ. 1 and 3 എന്ന് വരും. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഡേറ്റ് തന്നെ പലർക്കും അറിയത്തില്ലായിരിക്കും. 2009 ഒക്ടോബർ 5-നാണ് പ്രഖ്യാപിച്ചത്. ഡേറ്റ് പോലും പലർക്കും അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇത് മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ സുസു എന്ന പേര്, ഹിഹു എന്ന പേര്, ഇതൊക്കെ മുമ്പും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്ത, വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് എന്നാണ് ചോദ്യം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണെന്നാണ് ചോദ്യം. ഏത് രാഗത്തിലാണ് വന്ദേ മാതരം? വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശ് രാഗത്തിലാണ് അല്ലെ? ദേശ് രാഗത്തിലാണ്. വന്ദേ മാതരത്തിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ആരാ? പറഞ്ഞേ. വന്ദേ മാതരത്തിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ആരാണ്? ദേശ് രാഗം. വന്ദേ മാതരം സംഗീതം കൊടുത്തിരിക്കുന്ന ആരാണ്? വന്ദേ മാതരം സംഗീതം കൊടുത്തിരിക്കുന്ന ആരാ കുട്ടികളെ? ജാദുനാഥ് ഭട്ടാചാര്യ. ജാദുനാഥ് ഭട്ടാചാര്യാണ് വന്ദേ മാതരത്തിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യ. ഓക്കെ, ജാദുനാഥ് ഭട്ടാചാര്യ. ഓക്കെ, ക്ലിയർ ആണ്. എന്നാൽ നമ്മുടെ ജനഗണമനയ്ക്ക് സംഗീതം കൊടുത്തിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ജനഗണമനയുടെ രാഗം പറഞ്ഞേ. ജനഗണമനയുടെ രാഗം പറഞ്ഞേ. ജനഗണമനയുടെ രാഗം ശങ്കരാഭരണമാണ് അല്ലെ? ശങ്കരാഭരണമാണ് ജനഗണമനയുടെ രാഗം. ശങ്കരാഭരണമാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്ന ആരാണ് കുട്ടികളെ?
ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ അല്ലെ, ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. ഞാൻ 40 ക്വസ്റ്റ്യൻ ഇന്ന് എടുത്തിട്ട് ഞാൻ നിർത്തുവേ. ബാക്കി 40 നമുക്ക് നാളെ എടുക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം, വൈഫിന് സുഖമില്ല. ഓക്കെ, ആൾക്ക് എന്തോ ഇഞ്ചുറി പറ്റി, അങ്ങനെ ഭയങ്കര പെയിൻ, മസിൽ വലിയാണെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് നാളെ രാവിലെ എടുക്കാം. 40 എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യേ. ഓക്കെ, നമുക്ക് നാളെ കയറണം. സയൻസിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയാനുണ്ട്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ചോദ്യം. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരെന്നാണ് ചോദ്യം. ആരാ കുട്ടികളെ? മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? നല്ല സ്റ്റക്ക് ഉണ്ടല്ലേ. ശ്രീ ഭരത് ലാലാണ് NHRCയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ് കുട്ടികളെ? ഭരത് ലാലാണ് അല്ലെ, ഭരത് ലാലാണ്. ഓക്കെ, സെക്രട്ടറി ജനറൽ. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് ഇതും കൂടെ 2 വർഷം എടുത്തിട്ട് നമുക്ക് നാളെ നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ മൗലിക അവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. തെറ്റാണ്. ആർട്ടിക്കിൾ 359 പ്രകാരം രാഷ്ട്രപതിക്ക് 20ഉം 21ഉം ഒഴികെ എല്ലാം പറ്റത്തില്ല. 20ഉം 21ഉം ഒഴികെ എന്ത് ചെയ്യാൻ പറ്റും? റദ്ദ് ചെയ്യാൻ പറ്റും. നമ്മൾ റിവിഷനിലൊക്കെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20ഉം 21ഉം ഒഴികെ റദ്ദ് ചെയ്യാം. 44ാമത്തെ ഭേദഗതി പ്രകാരം 20ഉം 21ഉം കട്ട് ചെയ്യാൻ പറ്റത്തില്ല. 20ഉം 21ഉം കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ വകുപ്പ് 359 പ്രകാരം രാഷ്ട്രപതിക്ക് വകുപ്പ് 32 താൽക്കാലികമായി നിർത്തിവെക്കാൻ പറ്റും. 20, 21 ഒഴികെ ഏത് വേണോ റദ്ദാക്കാൻ പറ്റും. 32 പറ്റും. ഓക്കെ, അടുത്ത ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് വകുപ്പ് 21 താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരമുണ്ട്. തെറ്റാണ്. 21 പറ്റത്തില്ല. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി only 2 ആണ് അല്ലെ, only 2 ആണ്. ഓപ്ഷൻ ബി only 2 ആണ്. ഓക്കെ, ക്ലിയർ ആണ്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമമുണ്ടാക്കിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമമുണ്ടാക്കിയ രാജ്യം ഏതാ കുട്ടികളെ? അത് സ്വീഡനാണ്. സ്വീഡനാണ് ആദ്യമായി വിവരാവകാശ നിയമം ഉണ്ടാക്കിയ രാജ്യം. സ്വീഡനാണ്. ആർക്കെങ്കിലും ആ വർഷം അറിയോ? ഏത് വർഷമാണ് സ്വീഡനിൽ വിവരാവകാശ നിയമം വന്നതെന്ന്? ഏത് വർഷമാണ് സ്വീഡനിൽ വിവരാവകാശ നിയമം വന്നതെന്ന് ആർക്കെങ്കിലും അറിയൂടാ? ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ്? വിവരാവകാശ നിയമം പാസ്സാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 1809 1766. 1766 സ്വീഡനിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത്. ഇന്ത്യ 55ാമത്തെ രാജ്യമാണ്. ഇന്ത്യ വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ്. ഓക്കെ, 55. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകന്റെ ജനനം കൊണ്ട് പ്രസിദ്ധമാണ്? സ്വാമിത്തോപ്പിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? സ്വാമിത്തോപ്പിൽ ജനിച്ച കന്യാകുമാരി സ്വാമിത്തോപ്പ് ആരാ കുട്ടികളെ? വൈകുണ്ഠ സ്വാമികൾ. 1809 മാർച്ച് മാസം 12ാം തീയതി കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിൽ ജനിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ അല്ലേ? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1991 ഏപ്രിൽ മാസം 18 പ്രഖ്യാപനമുണ്ടായി. 1991 ഏപ്രിൽ മാസം 18 പ്രഖ്യാപനമുണ്ടായി. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കുട്ടികളെ? കേരളമാണ്. ഓക്കെ, 42 ക്വസ്റ്റ്യൻ വരെ ഇന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി 38 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ സയൻസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കൃതികളൊക്കെ പറയേണ്ടതുണ്ട്. സോ നമുക്ക് നാളെ നോക്കാം. എനിക്ക് ഹോസ്പിറ്റൽ എമർജൻസി ആയതുകൊണ്ട് ഞാൻ പോവുകയാണ്. പിന്നെ പറയാനുള്ള കാര്യം, ഈ ക്വസ്റ്റ്യൻ നഷ്ടമായി പോയി പരീക്ഷ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്. പ്രിലിംസ് എന്ന നിലവാരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റിയ പരീക്ഷയായിരുന്നു. ഈസി ആയിട്ട് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഏതൊരു സ്കൂളുകാര് കാണിച്ച മണ്ടത്തരം ആയിപ്പോയത്. ഓക്കെ, ശരി.
സത്യം ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം എനിക്കൊരു ഇത് തോന്നിയെങ്കിലും ഒരു അവസരം കിട്ടിയല്ലോ എന്ന് തോന്നിയെങ്കിലും പിള്ളേർക്ക് കേട്ടാ രാവിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ കുറച്ച് ടൈറ്റ് അല്ലേ ഇരുന്ന അപ്പൊ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല അതൊക്കെ വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന് പഠിക്കാനുള്ള സമയം കിട്ടിയല്ലോ എന്ന് തോന്നി ക്യാൻസൽ ആയപ്പം ഉച്ചയ്ക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയത്. ഓക്കെ, ശരി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനി ഒരു പാറ്റേൺ നോക്കിയില്ലെങ്കിലും സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. നാളെ നമുക്ക് 40 മാർക്ക് മാത്സ് ചെയ്യാനുണ്ട്. ഇന്നത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാത്സ് ചെയ്യാനുണ്ട്. ബാക്കി ഇതിന്റെ 38 ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സോ നമുക്ക് നാളെ രാവിലെ ഇരിക്കാം. ഓക്കെ അല്ലേ? ഒരു 11 മണിക്ക് ശേഷം ഇരിക്കാം. ശരി, ഇപ്പൊ ലെഫ്റ്റ് ആയിക്കോളൂ. ഗണപതി വെച്ചത് കാക്ക കൊണ്ടുപോയി. എടാ നിന്റെ ആലപ്പുഴയിലടാ ക്വസ്റ്റ്യൻ ചോർന്നത്. ഇപ്പൊ ഈ കൊല്ലംകാരല്ല ആലപ്പുഴക്കാരൻ പ്രശ്നമാണല്ലോ ഇപ്പം.